ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്ന ദൈവം നമ്മുടെ അപ്പനാണ്. ഈ അപ്പൻ്റെ എല്ലാ നന്മകളും കൃപകളും അനുഗ്രഹങ്ങളും വരദാനങ്ങളും സ്വത്തും എല്ലാം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന അപ്പനാണ്. ജെറമ്യായുടെ പുസ്തകം 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ. എൻ്റെ മക്കളുടെ കൂടെ, അതായത് കർത്താവ് പറയുക, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വേദനയാണ് പറയണത്. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന പറയാണ്. അതായത് എൻ്റെ ആദ്യം മുതലുള്ള എൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് ഈ റിച്ച്നെസ് മുഴുവൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങളെ എൻ്റെ ഒപ്പം എൻ്റെ മക്കളോടുകൂടെ എൻ്റെ മകൾ എന്ന നിലയിൽ ഇരുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളിങ്ങനെ ധർമ്മക്കാരെ പോലെ എന്തെങ്കിലും തരണേ. ഞാൻ പണ്ട് ഈ മണ്ണാർക്കാട് നിന്ന് പാലക്കാടേക്ക് പോണ സമയത്ത് ലൈൻ ബസ്സിലാണ് പോണ സമയത്ത് മുട്ടിക്കുളങ്ങര എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ വരുമ്പോൾ ഒരു കണ്ണുവട്ടനുണ്ട്. കണ്ണുവട്ടനൊരു വടിയായിട്ട് അവിടെ നിൽക്കും. റോട്ടിൽ അടിച്ചിട്ട് ബസ് വന്ന് പറഞ്ഞാൽ റോട്ടിൽ നിന്ന് അടിച്ചിട്ട് പറയും, കണ്ണുവട്ടനാണേ എന്തെങ്കിലും തരണേ, കണ്ണുവട്ടനാണേ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് വടിയും കൂടെ റോട്ടിൽ അടിച്ച് ഒച്ച ഉണ്ടാക്കിയിട്ട് കൈ ഇങ്ങനെ നിന്ന് കിട്ടും. ഇതുപോലെയാണ് ഒരുപാട് ക്രിസ്ത്യാനികളുടെ ആത്മീയ ജീവിതം. കുറച്ച് കഴിയുമ്പോൾ പറയും, എൻ്റെ പ്രാർത്ഥന പോലും ദൈവത്തിന് ഇഷ്ടമല്ല, എനിക്ക് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെയാണ് ചിലർ പറയുന്നത്. ദൈവം വളരെ കരുണയുള്ളതുകൊണ്ട് ദൈവം അല്ലെങ്കിൽ ഒറ്റ നോടത്തിന് ഭസ്മാക്കിയതിന് ഇതിനെയൊക്കെ എന്ത് ചെയ്യണം? ദൈവം അത്രമാത്രം. ജെറമ്യ 3:19 പറഞ്ഞെങ്ങനെയാണ്, എൻ്റെ മക്കളോട് കൂടെ നിന്നെ പാർപ്പിക്കുന്നതിനും സകല ജനതകളിൽ വെച്ച് ഇതുവരെ ഈ 2000 അല്ല കോടിക്കണക്കിന് വർഷങ്ങളായി ഇതുവരെ എല്ലാവർക്കും കൊടുത്ത പല സാധനങ്ങളുണ്ട്. അതിനേക്കാളൊക്കെ വിശേഷപ്പെട്ട വേറൊരു സാധനം, സകല ജനതകളിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഒരു ഹെറിറ്റേജ് നിനക്ക് തരാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. പക്ഷേ ഈ അട്ടയ്ക്ക് മെത്ത യോജിക്കുന്നില്ല. എത്രയേറെ ആഗ്രഹിച്ചു, പക്ഷെ നീ അത് വാങ്ങണില്ല എന്നാണ് പറയണത്. ഇതെല്ലാം നിനക്ക് ഇതുവരെ കൊടുത്തു ഏറ്റവും ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെറിറ്റേജ് നിനക്ക് തരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ്. ബട്ട് നിനക്കതിന് ആഗ്രഹമില്ല, നിനക്കതിന് താല്പര്യമില്ല. നീ എന്താ ചെയ്യണത്? നീ നിൻ്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച്, നിൻ്റെ സ്വന്തം കഴിവിൽ ആശ്രയിച്ച്, നിന്നെപ്പോലെ മർത്യനായ മറ്റൊരു വ്യക്തിയെ ആശ്രയിച്ച് നീ ഇന്ന് നരകിച്ച് കിടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ നരക അവസ്ഥയുടെ ഒരു കാരണം, എനിക്കെൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറച്ച് വ്യത്യാസം വരാൻ ഒരു കാരണം ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചതും നിങ്ങൾക്ക് പലർക്കും മനസ്സിലാക്കാൻ പറ്റാതെ പോയതുകൊണ്ടാണ്. നമ്മൾക്കൊരാവശ്യം വന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്കല്ല പോണത്. നമ്മൾ വേഗം ഉടനെ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, അവരെ വിളിക്കും, മക്കളെ നോക്കും. മക്കൾ വന്നില്ലെങ്കിൽ വിഷമം, അടുത്തുള്ള മാതാപിതാക്കന്മാരെ നോക്കും, മാതാപിതാക്കന്മാർ വന്നില്ലെങ്കിൽ വിഷമം, ബന്ധുക്കളെ നോക്കും, ബന്ധുക്കൾ വന്നില്ലെങ്കിൽ വിഷമം തന്നെ വിഷമം എല്ലാവരോടും. ദൈവത്തെ നോക്കുന്നില്ല, ദൈവത്തോട് ചോദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. അതാണ് യെശയ്യായുടെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ 31-ാം അധ്യായത്തിൽ 1 തൊട്ട് 3 വരെ വാക്യങ്ങൾ. യെശയ്യായുടെ പുസ്തകം 31-ാം അധ്യായം 1 തൊട്ട് 3 വരെ വാക്യങ്ങൾ. കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും ഈജിപ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളും നമ്മൾ കരുതുന്ന ചില ആളുകളുണ്ട്. അവരെന്നെ സഹായിക്കുന്നു. ഞാൻ വിചാരിച്ച പല ആളുകളുണ്ട് എന്നെ സഹായിച്ചുകൊണ്ട് വിചാരിച്ചിരുന്നത്. ഒരു വൈദികനാകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരാവശ്യം വേറെ അച്ഛന്മാർ നമ്മളെ വന്ന് സഹായിക്കുമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഫൊറാന വികാരി ചിലപ്പോൾ സഹായിക്കുമായിരിക്കും, ബിഷപ്പ് നമ്മളെ സഹായിക്കുമായിരിക്കും. നമ്മൾ ആരെല്ലാം നമ്മളെ സഹായിക്കുമെന്ന് വിചാരിച്ചാൽ അവരെല്ലാം കയ്യിൽ കുത്തി കയറുന്ന ആര് പോലെയുള്ള
പണ്ട് ഈ തൂമ്പായി കളയ്ക്കുമ്പം ഈ തെങ്ങിൻ്റെ തൂമ്പായി ഉണ്ടാക്കുന്ന കയ്യെ കുത്തി കയറുന്ന ആരിങ്ങനെ അല്ലേ ഊന്ന് നിൽക്കുന്നവരെ കയ്യിൽ കുത്തി കയറുന്ന ആര് പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ. ഈജിപ്ത് ആയാലും എത്യോപ്യ ആയാലും ഒക്കെ അങ്ങനെ തന്നെ. നിങ്ങൾ ആങ്ങളമാരാണെങ്കിലും പെങ്ങന്മാരാണെങ്കിലും അങ്ങനെ തന്നെ ആയി മാറും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ പിതാവിനെ അറിയാതെ നിങ്ങളുടെ ആങ്ങളേനെയോ നിങ്ങളുടെ അപ്പനെയോ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെയോ നിങ്ങളുടെ അയൽക്കാരെയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ ജീവിത പങ്കാളിയെയോ നിങ്ങൾ ആശ്രയം വെച്ച് കരുതിക്കൊണ്ടിരുന്നാൽ നാളെ ഒരു ആപത്ത് സമയത്ത് ഇവരെന്നെ സഹായിക്കും എന്ന് വിചാരിച്ച് ഇന്ന് നിങ്ങൾ ആരെങ്കിലും സഹായിച്ചാൽ ഇവർ നിങ്ങളുടെ കയ്യെ കുത്തിക്കയറുന്ന ആര് തിങ്ങി നിൽക്കുന്ന ഇതുപോലെയായി മാറും, തുമ്പക്കൈ പോലെയായി മാറും. നിങ്ങൾ അവിടെ നിന്ന് 2 കൈയും തലയിൽ വെച്ചുകൊണ്ട് ഇറങ്ങിപ്പോരും. കാരണം അവരെയും കർത്താവ് നിരാകരിക്കും. കാരണം അവർ കാരണമാണ് നിങ്ങൾ പിതാവിനെ ആശ്രയിക്കാത്തതുകൊണ്ട് അവരെയും തള്ളിക്കളയും. നിങ്ങളും ഉപകാരമില്ലാത്തവരായി മാറും. യെശയ്യാ 31:1-2 വാക്യം വായിച്ചു നോക്കിയേ, ഉറക്കെ വായിച്ചേ. കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോകുകയും കുതിരയിൽ ആശ്രയിക്കുകയും. കുതിരയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം തന്നെ ഒരു കുതിരയാണ്. ആരോഗ്യം ഒരു കുതിരയാണ്, ബുദ്ധിശക്തി ഒരു കുതിരയാണ്, പഠിപ്പും സർട്ടിഫിക്കറ്റും ഒരു കുതിരയാണ്. പിന്നെന്താണ്? രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും. ആളുകളുണ്ട് നമുക്ക്, രഥങ്ങളും കുതിരപ്പടയാളികളും. അപ്പോൾ രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്താൽ ദുരിതം. അങ്ങനെ ചെയ്താൽ അതെല്ലാം നിങ്ങൾ ഇന്ന് പറിച്ചു മാറ്റും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശരിയായി, ഞാൻ ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ട് ഞാൻ പിന്നെയും മനുഷ്യരുടെ ആശ്രയം വെച്ച് അതെല്ലാം ദൈവം ശരിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അച്ഛന്മാർക്ക് അറിയാതെ ശരിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതാണ് ജെറമ്യാ 2:37. നീ അവിടുന്ന് 2 കൈയും തലയിൽ വെച്ചുകൊണ്ട് ഇറങ്ങിപ്പോരും. അവരിൽ നിന്ന് ഒരു ഉപകാരവും നിനക്ക് കിട്ടാത്ത പോലെ ആക്കി കളയും. കർത്താവ് നീ നിമിത്തം അവരെയും കൂടെ കർത്താവ് നിരാകരിക്കും. ജെറമ്യാ 2:37 വായിച്ചു നോക്കിയേ. അവിടെ നിന്നും തലയിൽ കൈവച്ചുകൊണ്ട് നീ മടങ്ങി വരും. നീ അവിടുന്ന് പതുക്കെ ഇറങ്ങിപ്പോരും. അവിടെ നിന്ന് തലയിൽ കൈ വെച്ചുകൊണ്ട് നീ മടങ്ങി വരും. അവരിൽ നിന്ന് ഒരു ഉപകാരവും നിനക്ക് കിട്ടും. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? നീ വിശ്വാസം അർപ്പിക്കുന്നവരെ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു. അവരിൽ നിന്ന് യാതൊരു നന്മയും നിനക്ക് കൈവരുകയില്ല. അത് നിങ്ങൾ ഇനിയിപ്പോൾ മറ്റു ജാതികളെ ആശ്രയിച്ചാൽ അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ അപ്പനെ അറിയാതെ അതിന് പകരം ആരെയൊക്കെ പ്രതിഷ്ഠിച്ചാലും, സ്വന്തം ശരീരമായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, ബുദ്ധിശക്തി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നേതാക്കന്മാരായിക്കൊള്ളട്ടെ, പാർട്ടികളായിക്കൊള്ളട്ടെ, എന്തായിക്കോട്ടെ, തക്ക സമയം വരുമ്പം ഒരുപാട് പേര് അവരുടെ ജീവിതത്തിന് നീറുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആർക്കും ഞാൻ വിചാരിച്ച ഒറ്റ ആളും എന്നെ സഹായിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്, അവർക്ക് പറ്റിയിട്ടില്ല എന്ന്.